നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റയാണ് നവംബർ മാസത്തെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ് ഡേറ്റ. ഒക്ടോബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് 31.46 ബില്യണിൽ നിന്നും 20.58 ബില്യൺ ഡോളറായി ഇടിഞ്ഞത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ഇവിടെ എക്സ്പോർട്ടിൽ വർധന ഉണ്ടായതുകൊണ്ടല്ല ട്രേഡ് ഡെഫിസിറ്റ് ഇടിഞ്ഞത്, മറിച്ച് ഇമ്പോർട്ടിലുണ്ടായ ഇടിവിന്റെ പശ്ചാത്തലത്തിലാണ്. ഒക്ടോബർ മാസത്തിൽ 65.03 ബില്യൺ ഡോളറിന്റെ ഇമ്പോർട്ടായിരുന്നു നമ്മൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ട് 54.48 ബില്യൺ ഡോളറായി ചുരുങ്ങിയിരിക്കുന്നു. അതേസമയം ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ മാർജിനൽ വർധന ഉണ്ടാവുകയും ചെയ്തു. 33.57 ബില്യൺ ഡോളറിൽ നിന്നും 33.90 ബില്യൺ ഡോളറിലേക്കാണ് എക്സ്പോർട്ടിൽ വർധന ഉണ്ടായിരിക്കുന്നത്. ഇനി 2022 നവംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുഡ് എക്സ്പോർട്ട് 2.8% ഇയർ ടു ഇയർ ഇടിഞ്ഞു. ഇമ്പോർട്ട് 2022 നവംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുഡ്സ് ഇമ്പോർട്ട് 4.3% ഇടിഞ്ഞു. സർവീസ് സെക്ടറിലെ എക്സ്പോർട്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6.5% വളർന്നിട്ടുണ്ട്. അതേസമയം സർവീസ് സെക്ടറിലെ ഇമ്പോർട്ട് -12.9% ഇടിയുകയും ചെയ്തു. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലാവധി നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഗുഡ് എക്സ്പോർട്ട് 2022-23 വർഷത്തെ ഏപ്രിൽ നവംബർ കാലാവധിയേക്കാൾ 6.5% ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഗുഡ്സ് ഇമ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ സെയിം കാലാവധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8.7% ഇടിഞ്ഞു. എന്നാൽ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ സർവീസ് എക്സ്പോർട്ട് 5.9% ഉയരുകയും സർവീസ് ഇമ്പോർട്ട് 3.1% ഇടിയുകയും ചെയ്തു. ഓവറോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇമ്പോർട്ട് വളരെ വലിയ രീതിയിൽ ഇടിയുന്നതും എക്സ്പോർട്ടിൽ അത്ര വലിയ രീതിയിലുള്ള ഇടിവ് വരാത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡേറ്റ പോസിറ്റീവായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മന്ത് ടു മന്ത് ഡിക്ലൈൻ ആകുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഫെഡറൽ റിസർവ് 2024 മുതൽ 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് ട്രെൻഡാണ് വെച്ചു പുലർത്തുന്നത്. ഇതുമൂലം മാർക്കറ്റ് ഓരോ ദിവസവും ഉയരുന്നു. ഇവിടെ പല അനലിസ്റ്റുകളും വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സെക്ടറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് IT സെക്ടറിനെയും ഫാർമ സെക്ടറിനെയുമാണ്. ഇനി IT സെക്ടറിലെ ഒരു സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. സ്റ്റോക്കിന്റെ പേര് LTI Mindtree. LTI Mindtree കഴിഞ്ഞ ദിവസം 3% ഉയർന്ന് 6124 ക്ലോസിംഗ് നൽകി. 1.81 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10% റിട്ടേണും 6 മാസം കൊണ്ട് 20% റിട്ടേണും ഇയർടെൽ ഡേറ്റിൽ 41% റിട്ടേണും നൽകി. LTI Mindtree അമേരിക്കയിലും കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിൽ വന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. കമ്പനി മെക്സിക്കോ സിറ്റിയിൽ ഒരു ഡെലിവറി ഹബ്ബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. LTI Mindtree എന്ന കമ്പനി 70-ലധികം ഫോർച്യൂൺ 500 കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനികളുടെ ഒരു ക്ലയന്റ് കമ്പനിയാണ്. കൂടാതെ പല അമേരിക്കൻ കമ്പനികൾക്കും ടെലികോം, മീഡിയ, എന്റർടൈൻമെന്റ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി ആൻഡ് സർവീസ് BFSI സെഗ്മെന്റിലെ സർവീസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ കമ്പനിക്ക് അമേരിക്കയിൽ ഏകദേശം 12-ലധികം ഓഫീസുകളാണുള്ളത്. LTI Mindtreeക്ക് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 2024 മുതൽ 2026 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 12% CAGR-ഓടുകൂടി വളരാനും EBITDA മാർജിൻ 18.7% CAGR-ഓടുകൂടി വളരാനും സാധ്യതയുള്ളതുകൊണ്ടാണ് LTI Mindtreeക്ക് ആനന്ദ് റാട്ടി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് 4000 എന്ന സപ്പോർട്ടിൽ നിന്നും ഹയർ ലോ എന്ന രീതിയിലുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുകയായിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ 5500-നടുത്തൊരു ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 6129-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 6250 വരെയുള്ള സോൺ സ്റ്റോക്കിന്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ റെസിസ്റ്റൻസ് മറികടന്നാൽ പിന്നീട് ഹയർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് LTI Mindtree എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.